സ്വാമി കർക്കിടകവാവ് പലരും ചെയ്തിട്ട് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് ബലിയിടും. അങ്ങനല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ളവ അത് മുടക്കിയവർക്കല്ല ഒരുപാട് ദോഷങ്ങൾ. ഇപ്പം എന്നെ കാണാൻ വരുന്ന പലരോട് ഞാൻ ചോദിക്കും, കർക്കിടകവാവ് ബലിയൊന്നും ഇടുന്നില്ലല്ലേ? മഹാദുരന്തം വരും. 100%. പിതൃകർമ്മങ്ങൾ ചെയ്യാത്ത വിദേശത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ മഹാദുരിതവും ദുരന്തത്തിലും തകർത്ത് കളയും. സന്താനങ്ങളെ കൊണ്ട് അനുഭവയോഗം ഇല്ലാതാക്കി കളയും. ആ ദുരിതം, സന്താന ദുഃഖം അവരനുഭവിച്ചേ പറ്റൂ. ആ കർക്കിടകവാവിന് പ്രേതലോകം തുറക്കുന്ന സമയമാണ്. ആ തുറന്നിവരെ ഭക്ഷണത്തിന് വിടുമ്പോൾ ഭക്ഷണം കിട്ടാതെ തിരിച്ചു വരുന്ന പ്രേതാത്മാക്കൾ, ദുർമരണം സംഭവിച്ചവർക്ക് ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ ദുർമരണം സംഭവിച്ചവർക്ക് പോലും ബലികർമ്മം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പ്രേതാത്മാക്കളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ബാക്കിയെ നിസ്സാരമായിട്ട് കാണുകയും ചെയ്യും. സ്വാമി കർക്കിടകവാവ് ഒരുപാട് ആളുകൾക്ക് ഇന്നും സംശയമുള്ളതാണ്. എന്തിനാണ് കർക്കിടകവാവിന് മാത്രം ബലിയിടുന്നത് എന്തിനാണെന്നുള്ള സംശയമുണ്ട്. പിന്നീട് ഈ ദുർമരണം സംഭവിച്ച ആളുകൾക്ക് ബലിയിടേണ്ടതുണ്ടോ? എന്താണ് ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്? നമ്മുടെ ഹൈന്ദവതയിലാണ് ഇതിനകത്ത് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കാര്യമുള്ളത്. കർക്കിടക മാസത്തിൽ ഉള്ള വാവ് ദിവസം, അമാവാസി ദിവസം, നമ്മുടെ പിതൃലോകത്തുള്ള പിതൃക്കളുടെ ലോകത്ത് ഇന്ന് തുറന്നു വിടും എന്നാണ് പറയുന്നത്. ആത്മാക്കളെല്ലാം തുറന്നു വിടും. ആ അന്ന് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ആ വർഷങ്ങൾ ഈ കർമ്മശുദ്ധി അനുസരിച്ച് പ്രേതലോകത്തുള്ളവരെ ബന്ധനത്തിലായി കിടക്കുന്നവരുണ്ട്. വൈതരണി നദി, അങ്ങനെയുള്ള പല പല ഘട്ടങ്ങളുണ്ട്. ഓരോരുത്തർ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് ഉള്ള ആ നദികളിലൂടെയൊക്കെയുള്ള, അത് 10-21 അന്ന് എനിക്ക് ഓർമ്മ. ആ നദികളിലൂടെയൊക്കെ പീഡനങ്ങൾ അനുഭവിച്ച്, ഇപ്പോൾ പണം പലിശയ്ക്ക് കൊടുത്ത് അനുഭവിക്കുന്ന പീഡനങ്ങൾ, അമ്മയെ ദ്രോഹിച്ചവരെ സ്വത്തുക്കൾ പിടിച്ച്, ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ സ്വത്തുക്കൾ പിടിച്ചടിച്ചിട്ട് ആളെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ദുരന്തങ്ങൾ, ഓരോരുത്തരും ഭൂമിയിൽ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് മൃത്യു സംഭവിച്ച് അതിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച് മലമൂത്ര വിസർജനങ്ങളിൽ കിടന്ന് അവസാനം ഇങ്ങനെ ഇട്ടേക്കും. ആദ്യം ഇവിടെ തന്നെ ദുരിതം കൊടുക്കും. ചെയ്യുന്ന കർമ്മശുദ്ധി, കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് സത്യസന്ധമല്ലാതെ ജീവിച്ചവർക്ക്, അന്യൻ്റെ സ്വത്ത് അപഹരിച്ചവർക്ക് ഇതെല്ലാം ദുരിതങ്ങൾ കൊടുത്ത് ജീവിതത്തിൻ്റെ അവസാന കാലം മരണപ്പെട്ട് ഈ കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് ഘട്ടങ്ങളിലുള്ള 2 തരത്തിലാണ് ആളുള്ളത്. അത് ഗരുഡപുരാണത്തിനകത്ത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ പീഡനങ്ങളുണ്ട്. ആ പീഡനങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊരു പുനർജന്മത്തിന് വേണ്ടിയിട്ട് അവരെ വാതിലടയ്ക്കും, കാരാഗൃഹത്തിലടയ്ക്കും. അവരെ ഒരു നേരത്തെ ഭക്ഷണത്തും കൊടുക്കുന്നത് ഈ കർക്കിടക വാവ് ദിവസമാണെന്നാണ് സങ്കല്പം. ആ ദിവസം അവരെ തുറന്നു വിടുമ്പം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർക്ക് സങ്കല്പിച്ച് ഒരു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അവർക്ക് വീണ്ടും ദുരിതം അനുഭവിക്കേണ്ടി വരും. അവരെ ജന്മാംശത്തിന് വീണ്ടും മാറ്റം ഉണ്ടാവുകയും അവർ വീണ്ടും ജന്മത്തിനും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും അവർ വീണ്ടും ദുരിതപ്പെടുകയും അവർ അനുഭവിക്കുന്ന യാതന അവർ ശപിക്കും. ആ ശാപഫലം ആ കുടുംബത്തിന് ദോഷം ഉണ്ടാക്കുന്നതാണ്. ഇനി ആ കർക്കിടകവാവിന് ബലികർമ്മങ്ങൾ സങ്കല്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും ചെയ്തിട്ട് അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ച് ബലിയിടും. അങ്ങനല്ല. പിതാവിന് മരിച്ചിട്ടുണ്ടെങ്കിൽ പിതാവിനൊരു ബലിയിട്ടതിന് ശേഷം പിതാവിൻ്റെ തലമുറയിലുള്ള 7 തലമുറയിലുള്ള ആൾക്കാർക്കും വരാൻ പോകുന്ന പറഞ്ഞാൽ അതുവരെയുള്ള നമ്മൾ വരെ വന്നു നിൽക്കുന്ന തലമുറയിലെ ആൾക്കാരുള്ള ബലികർമ്മങ്ങൾ ശക്തമായിട്ട് ചെയ്യണം. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും വഴിപാടായിട്ടാണ് ചെയ്യുന്നത്. അതെല്ലാം അബദ്ധങ്ങളാണ്. പണം ഉണ്ടാക്കാനായിട്ട് കർക്കിടക ബലി ചെയ്യുന്ന ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ആരെങ്കിലും വന്നിരുന്ന് കർക്കിടക ബലിയുടെ കൃത്യമായിട്ടുള്ള അതിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അതും ബലിയിട്ടു അതൊരു വഴിപാടായിട്ട് പോകും. അങ്ങനെയല്ല. നമ്മൾ കടൽ തീരങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പോൾ പരശുരാമ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ആലുവയിലോ അങ്ങനെയൊക്കെയുള്ള പുണ്യസ്ഥലങ്ങളുണ്ട്. ഈ ബലികർമ്മങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ആൾക്കാർ എളുപ്പത്തിന് അതൊരു വഴിപാടായിട്ട് മാറ്റിയിട്ടുണ്ട്. അത് വലിയ അബദ്ധമാണ്. കൃത്യമായിട്ട് അത് ബലിച്ചോറ് വെച്ചിട്ട് അത് നമ്മൾ സങ്കല്പിച്ചത് ബലിച്ചോറ് ആ പിതൃക്കൾക്ക് ബലി കൊടുക്കുമ്പോൾ പ്രേതാത്മാക്കൾക്ക് കിട്ടുന്ന ഒരു മോക്ഷപ്രാപ്തിയുണ്ട്. പ്രേതാത്മാക്കൾക്ക് മോക്ഷമുണ്ട്. പ്രേതമോക്ഷമാണ്. അത് കൊടുക്കണം. അത് ഇവിടെ ചെയ്യില്ല. പലരും ചെയ്യുന്നത് ഇതൊരു വഴിപാട് ആയിട്ട് പോയിട്ട് അച്ഛനും അമ്മയ്ക്കും കൂടെ 2 ബലികൾ തന്നെ ഇടണം. അച്ഛൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടുള്ള പിതൃക്കൾക്ക് ഒരു ബലിയും അമ്മയുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബലിയും. നമ്മളെന്താണ് അവിടെ പോയി ഒറ്റ ബലി ഇട്ടിട്ട് കൊടുക്കുക എല്ലാം കഴിഞ്ഞിട്ട്? അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ അവർ തന്നിട്ട് പോയതെല്ലാം അനുഭവിക്കാൻ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണക്കാരായിട്ടുള്ളവ നമ്മളെ സൃഷ്ടിച്ചവരും അവരെ സൃഷ്ടിച്ച പിതൃക്കൾക്കും അവർക്ക് ദുരിതമുണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യരിലെ ഭൗതികതയിലൊക്കെ ഒരുപാട് ഭ്രമിച്ച ദുരിതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പരിഹാരമായിട്ടാണല്ലോ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ അത് ഒരിക്കലും അത് മുടക്കാൻ പാടിയിട്ടില്ല. അത് മുടക്കിയവർക്കല്ല ഒരുപാട് ദോഷങ്ങൾ. ഇപ്പോൾ എന്നെ കാണാൻ വരുന്ന പലരോടും ഞാൻ ചോദിക്കും, കർക്കിടക വാവ് ബലിയൊന്നും ഇടുന്നില്ലല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ല. മഹാദുരന്തം വരും.
100%. നമ്മൾ കിടന്നിരിക്കും അതിനകത്ത്. എനിക്ക് ഒരുപാട് പേര് ബലികർമ്മങ്ങൾ, പിതൃക്കളെ സ്മരിക്കാതെ പിതൃക്കളുടെ സ്വത്തുക്കൾ നമ്മുടെ പേരിലൊക്കെ ഉണ്ട്. അവർ തന്നിട്ട് പോയത് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ അവർക്ക് സ്മരിക്കാതെ, ആ കർക്കിടക വാവിന് അവരെ സ്മരിക്കാതെ, അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ചെയ്തു കൂട്ടുന്ന ദോഷങ്ങളൊക്കെ തന്നെ ഇവരുടെ ജീവിതത്തിലും ഇവരുടെ തലമുറയ്ക്കും. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ, ഈ ഒന്നും അറിയാതെ തലമുറയുണ്ടല്ലോ. ഇപ്പം മുത്തച്ഛൻ്റെ പേര് ചോദിച്ചാൽ അറിയാവുന്നത് നമുക്കറിയാം നമ്മുടെ അപ്പൂപ്പൻ്റെ പേരെന്താ. പക്ഷേ ഇന്നത്തെ പല തലമുറയ്ക്കും മുത്തച്ഛനും മുത്തച്ഛയുടെയും പേര് പോലും അറിഞ്ഞുകൂടാ. അവിടെ തറവാട് ഇതെന്നറിയത്തില്ല. കാരണം അവർ വേറൊരു ലോകത്തിലൂടെയാണ് ജീവിക്കുന്നത്. പിതൃകർമ്മങ്ങൾ ചെയ്യാത്ത വിദേശത്തിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം വളരെ മഹാദുരിതവും ദുരന്തത്തിലും പോയി പെടും എന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമില്ല. എൻ്റെ മുമ്പിൽ വരുന്ന കാര്യങ്ങളാണ്. ബിസിനസ്സിലൊക്കെ തകർന്ന് തരിപ്പണം, പിതൃദോഷങ്ങൾ തകർത്ത് കളയും, സന്താനങ്ങളെ കൊണ്ട് അനുഭവയോഗം ഇല്ലാതാക്കി കളയും. ആ ദുരിതം, സന്താന ദുഃഖം അവരനുഭവിച്ചേ പറ്റുള്ളൂ. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കർമ്മം. അതുകൊണ്ട് ഈ പ്രേത ദുരിതം എന്ന് പറയുന്നത് വരാതിരിക്കാൻ ആ കർക്കിടക വാവിന് പ്രേതലോകം തുറക്കുന്ന സമയമാണ്. ആ തുറന്നിവരെ ഭക്ഷണത്തിന് വിടുമ്പോൾ ഭക്ഷണം കിട്ടാതെ തിരിച്ചു വരുന്ന പ്രേതാത്മാക്കൾ തിരിച്ച് കയറും മുമ്പ് വാതിലടയ്ക്കുന്നതാണ് പറയുന്നത്. സങ്കല്പമാണ് ഇതെല്ലാം. ഇവരെ ശപിക്കും. ഞാനായിട്ട് ജനിച്ച എൻ്റെ കുടുംബം, ഞാനുണ്ടാക്കിയ എൻ്റെ സ്വത്തും പണവും സമ്പാദ്യവും, ഞാൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചെന്നവരും, ഞാൻ എന്നെ ഈ ഭൂമിയിൽ അവർക്ക് അനുഭവിക്കാൻ കാരണക്കാരെല്ലാം അവരുടെ വംശത്തിന് തന്നെ നാശമുണ്ടാകട്ടെ, ഞാൻ പട്ടിണി കിടന്ന് മൃത്യു സംഭവിക്കുന്ന പോലെ. അതിന് മരണം പ്രേതാത്മാവിന് പോലും മോക്ഷമില്ലാതെ വരേണ്ട ഒരവസ്ഥയുണ്ട്. ആ ശാപത്തിൽ നിന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നവർക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ളൊരു വലിയ സത്യമുണ്ട്. അതുപോലെ തന്നെ ദുർമരണം സംഭവിച്ചവർക്ക് ആരും ഒന്നും ചെയ്യില്ല. പക്ഷെ ദുർമരണം സംഭവിച്ചവർക്ക് പോലും ബലികർമ്മം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പ്രേതാത്മാക്കളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. മരിച്ചുപോയവരുമായിട്ടുള്ള എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം. അങ്ങനെ മരിച്ചുപോയവർ അലഞ്ഞു നടക്കുകയും മരിച്ചുപോയവരുടെ ആത്മാക്കളുടെ സഞ്ചാരം തിരിച്ചറിയാൻ പറ്റുകയും അവരുടെ തോന്നലുകളുടെ, ഇത് നമ്മുടെ തോന്നലുകളാണ്, അവർ ജീവിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന ആ സാന്നിധ്യങ്ങളുമായിട്ട് അദൃശ്യ സാമീപ്യ ശക്തിയായിട്ട് സഞ്ചരിക്കുന്ന അവരുടെ ഇത്തരം കർമ്മങ്ങൾ അവർ ഏത് അവസ്ഥയിലാണ് ഇപ്പോഴെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്ക് പോലും കർമ്മങ്ങൾ കൃത്യമായി കർക്കിടകത്തിന് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എത്ര സമ്പന്നനാണെങ്കിലും എത്ര ദൈവമില്ല എന്ന് പറഞ്ഞാലും ഹൈന്ദവത്തിലുള്ളവരെല്ലാം ഏത് ഇതിൽപ്പെട്ടതാണെങ്കിൽ പോലും, ജാതി മത ഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും പിതൃബലികൾ ഇപ്പോൾ മറ്റുള്ള ജാതി മത ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വന്ന് ഹൈന്ദവതയിൽ ജനിച്ചുപോയി. ഹൈന്ദവതയിലാണ് നമ്മൾ ജനിക്കുന്നത്. മറ്റവർക്ക് അതിൻ്റേതായിട്ടുള്ള കർമ്മങ്ങൾ, മരിച്ചവരോട് അവരിപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിൽ പോയി അവർ പ്രാർത്ഥിക്കുമല്ലോ. ആ സമയമാകുമ്പോഴത്തേക്ക് മരണ ദിവസം അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയും അതിന് പരിഹാരം ഉണ്ടാവും. മറ്റതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ഹൈന്ദവതയിൽ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ട് എല്ലാവരും കർക്കിടക വാവിന് ആ ബലികർമ്മങ്ങൾ ചെയ്തിരിക്കണം. അതതിൻ്റെ പവിത്രമായി തന്നെ ചെയ്യണം. ഒരു പ്രേതാത്മാക്കൾക്കോ ദുർമരണം സംഭവിച്ചവർക്കോ ഉള്ള പിതൃകർമ്മങ്ങൾ ചെയ്ത് ഈ പിതൃക്കൾക്കുള്ള മരിച്ചവർക്കുള്ള കർമ്മങ്ങൾ ചെയ്യണം. പിന്നെ ഇതൊന്നും അല്ലെങ്കിലും കാക്കയ്ക്ക് ചോറ് കൊടുക്കണം. എല്ലാ ദിവസവും ഒരു എള്ളും ചോറും, കാക്കയ്ക്ക് ചിരട്ടയ്ക്കകത്ത് കുറച്ച് എള്ളും ചോറും വെച്ച് ഒരു ചിരട്ടയിൽ വെള്ളവും വെച്ച് കൊടുത്താൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ. നമ്മൾ ലക്ഷക്കണക്കിന് കൊടുത്ത് പൂജ ചെയ്യുന്നതിനേക്കാൾ പിതൃക്കൾക്കുള്ള മോക്ഷപ്രാപ്തി ഉണ്ടാകും. അതൊന്നും ഒരു സംശയവുമില്ല. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സാധാരണപ്പെട്ട ഒരാൾ ചെയ്താലും ഒരു കുഴപ്പമില്ല. നമുക്ക് അറിഞ്ഞുകൂടാത്ത പിതൃക്കൾക്ക് വേണ്ടി കാക്കയ്ക്ക് ചോറ് കൊടുത്തു നോക്കി. നമ്മളിതാണ്ട് ഞാനിത് കാക്കയില്ല, ഏതെങ്കിലും വീട്ടിൽ കാക്ക വയ്ക്കൂ. ഞാനത് അതിനെ വെച്ചേക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുള്ളതാണ്. കാക്കയെ നിസ്സാരമായിട്ട് കാണുകയും ചെയ്യരുത്. അപ്പം അത്തരം കർമ്മങ്ങൾ ചെയ്ത് ആ എല്ലാവരും നമ്മുടെ ഹൈന്ദവതയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഏത് മതവിഭാഗത്തിൽ ജനിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും ഈ കർക്കിടകത്തിന് ബലി ചെയ്ത് നിങ്ങളൊന്ന് മാറ്റത്തിന് ശ്രമിച്ചു നോക്കൂ. കാക്കയ്ക്ക് ചോറ് കൊടുത്തു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം ചെയ്തേ പറ്റുള്ളൂ. ചെയ്തില്ലെങ്കിൽ ദുരിതപ്പെടും എന്നുള്ള കാര്യത്തിൽ ഞാൻ മുമ്പിൽ വരുന്നവരില്ലേ, ഞാൻ ഇല്ലാത്ത പറയല്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഈ മുറിപ്പാലത്തടി മാടന്തപുരം ക്ഷേത്രത്തിൽ ഈ മാസം 15 മുതൽ 20 വരെയുണ്ട്. 45 പേരുടെ ഫലം പറയും ഒരു ദിവസം. ആ ഫലം പറയുന്നതിൽ കർക്കിടക വാവ് ബലി ചെയ്യാതെ ദുരിതങ്ങൾ അനുഭവിക്കുന്നിടത്ത് ഞാൻ പറയും, നിങ്ങൾ ആദ്യം ബലിയിടൂ. തിരുവനന്തപുരത്തുള്ളവരാണെങ്കിൽ പരശുരാമ ക്ഷേത്രത്തിൽ പോയി ബലികർമ്മങ്ങൾ ചെയ്യൂ, കാക്കയെ ചോറ് കൊടുക്കൂ. എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളെന്ന് ഞാൻ വളരെ ഉറപ്പിച്ച് പറയും. കാരണം പിതൃബലികൾ ചെയ്യാത്തിടത്തോളം കാലം ഇതിന് ജീവിതത്തിൽ വലിയ ദോഷമുണ്ടാകും. അതുപോലെ നായ്ക്കൾ പശുക്കൾ ഇതിനെല്ലാം നമ്മൾ കൊലപ്പെടുത്തിയതിന് ശേഷം ഈ കൊല്ലുന്നതും അടിച്ചു കൊല്ലുന്നതൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നാഗങ്ങളെ കൊല്ലുകയാണെങ്കിൽ കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സർപ്പസംസ്കാര പൂജ ചെയ്യണം. ഇവിടെ അളപ്പൻകൂട് എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട്, ഇവിടെ നമ്മുടെ കുഴിത്തുറയ്ക്ക് അപ്പുറത്തേക്ക്. അവിടെ നായ്ക്കളെ കൊല്ലുകയാണ്. നാൽക്കാലികളെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ പരിഹാരമുണ്ട്. അപ്പം മരണം എന്ത് കാരണങ്ങൾ കൊണ്ടും മരണമുണ്ടാകാം.
ഈ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ ബലിയിടേണ്ടതുണ്ടോ? വലിയ ആ ക്ഷേത്രത്തിന് പരിഹാരക്രിയകളുണ്ട്. അല്ലേ, ഇപ്പം നമ്മളൊരാൾ ഒരു പട്ടിയെ അടിച്ചു കൊന്നു, പട്ടി ഭയങ്കര കുരയാണ്, ഒരാൾ ഒരൊറ്റ അടി കൊടുത്തു, പട്ടി വീണ് ചത്തു. അയാളെ കുടുംബത്തിലെ ഒരു കുട്ടി തറയിൽ വെള്ളം ഒഴിച്ചിട്ട് നായി പൊൽക്കുടികളെ കുടിക്കുന്നത്. എൻ്റെ മുമ്പിൽ വന്ന വിഷയമാണ്. അപ്പം ഇതിനകത്ത് പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാത്തിനും പരിഹാരമില്ല. പക്ഷേ പിതൃക്കൾ മരിച്ചവരെ സ്മരിക്കുന്നത് ഈ കർക്കിടകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, നമ്മൾ ഗരുഡപുരാണം വായിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മത്തിൻ്റെ നീചഫലങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇവരെ കൊണ്ടുവന്ന് തുറുങ്കിൽ അടയ്ക്കുന്നത്, അത് കഴിഞ്ഞ് കർക്കിടകത്തിന് അവരെ തുറന്നു വിടുന്നത്, വാവിനെ തുറന്നു വിടുമ്പോൾ ചെയ്യുന്ന പരിഹാരങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്താൽ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കർക്കിടക വാവു ബലി യാതൊരു കാരണവശാലും മുറയ്ക്കാതെ, ആ മുറ തെറ്റിക്കാതെ കുടുംബത്തിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.